നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ, ഈ മെയ് 1 മുതൽ നമ്മുടെ പാചകവാതക സിലിണ്ടർ, അതായത് നമ്മുടെ വീട്ടിൽ വരുത്തുന്ന സിലിണ്ടർ ഉണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടർ, അതിന്റെ ബുക്കിങ്ങിന്റെ അടിമുടി പരിഷ്കരണം വരികയാണ് മെയ് 1 മുതൽ. ഇന്നിപ്പോ ഏപ്രിൽ 28 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഏകദേശം 2 ദിവസം കൂടിയുള്ളൂ. ഇനി പുതിയ ഗ്യാസ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ OTP മാതൃകയിലാകാൻ പോവുകയാണ്. ഓൺ ടൈം പാസ്വേഡ് നിങ്ങൾക്കറിയില്ലേ? ഇപ്പോ ഏതെങ്കിലും ഒക്കെ ഒരു സാധനം ഡെലിവറി ചെയ്യാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ OTP ചോദിക്കുന്നത് അറിയില്ലേ? അതുപോലെ തന്നെ ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഓൺലൈൻ പർച്ചേസിന് ശ്രമിക്കുമ്പോൾ OTP ചോദിക്കുന്നില്ലേ? അതുപോലെ ഓൺ ടൈം പാസ്വേഡ്, അതായത് ഈ ടച്ച് ഫോൺ കൈവശമുള്ളവർക്ക് മാത്രം ഇനി ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതും പോരാഞ്ഞിട്ടും EKYC, അതായത് ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ഇന്റർനെറ്റിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബാങ്കിങ് ഇടപാടുകൾ പോലും നടത്തണമെന്നുണ്ടെങ്കിൽ KYC വേണം. നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഇടപാടുകൾ കൃത്യമായി, അതായത് നിങ്ങൾ എന്ന വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളെന്ന ഇടപാടുകൾ കൃത്യമായി നടത്താൻ പറ്റൂ. അതും പോരാഞ്ഞിട്ടും ഏറ്റവും ഗുരുതരമായ പ്രശ്നം, ഇനി മുതൽ 45 ദിവസത്തേക്കാണ് ബുക്കിങ്ങിന്റെ അതായത് ഡേറ്റ്. 1.5 മാസം കൂടുമ്പോഴേ ഒരു സിലിണ്ടർ കിട്ടുന്ന അവസ്ഥ വരും. അതിനുവേണ്ടിയുള്ള ആലോചന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത് സുതാര്യമായിട്ട് മറ്റ് അഴിമതികളെല്ലാം ഒഴിവാക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് വ്യക്തിക്ക് തന്നെ സിലിണ്ടർ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും ഇത്തരം നൂലാമാലകൾ എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നു എന്നുള്ളതാണല്ലോ വലിയ പ്രശ്നം. കാര്യം ഇവർ കരുതുന്ന പോലെ ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ എല്ലാ സാധാരണക്കാരുടെ കയ്യിലും ഈ പറയുന്ന ആൻഡ്രോയിഡ് ഫോണൊന്നും എത്തിയിട്ടില്ലാത്തവരാണ്. ഇപ്പോഴും ഈ ടച്ച് ഫോണിനപ്പുറം സാധാരണ ഈ നമ്മുടെ ഈ കീപാഡുള്ള ഫോൺ കൊണ്ട് നടക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഓൺ ടൈം പാസ്വേഡ് ഏർപ്പെടുത്തുന്നത്. അതിന് മറ്റൊരു കുരു കൂടിയുണ്ട്. അതായത് ഈ ഓൺ ടൈം പാസ്വേഡ് ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ആരാണോ ഗ്യാസ് ബുക്ക് ചെയ്യുന്നത്, ഏത് ഫോണിൽ നിന്നാണോ ബുക്ക് ചെയ്യുന്നത്, ആ ബുക്ക് ചെയ്യുന്ന വ്യക്തി വീട്ടിലില്ലെങ്കിൽ ഗ്യാസ് കിട്ടാത്ത പ്രശ്നം വരും. കാര്യം ഈ OTP പറഞ്ഞു കൊടുക്കണം. അപ്പൊ ചില എംപ്ലോയീസിനെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം വീട്ടമ്മമാരായിരിക്കും. അവർ ബുക്ക് ചെയ്യുന്ന ഈ ഗ്യാസുകൾ എന്ന് പറഞ്ഞാൽ അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാസ് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അവർ ഫോൺ എടുക്കാത്ത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, ഈ OTP നമ്പർ കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം 45 ദിവസം, 1.5 മാസം കൂടുമ്പോഴായിരിക്കും വീടുകളിൽ ഇനിയിപ്പോൾ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ ആർഷഭാരത സംസ്കാരത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവേണ്ട അവസ്ഥ വരുന്നു. ഒന്നാമത് വിറക് കിട്ടാനില്ലാത്തൊരു അവസ്ഥയുണ്ടെന്ന് പറയുന്നു. നേരത്തെ 6 രൂപയൊക്കെ ഉണ്ടായിരുന്ന വിറകുകൾ ഇപ്പോൾ 13-14 രൂപയാക്കിയെങ്കിലും ഹോട്ടലുകൾ ഉൾപ്പെടെ കുറേയേറെ പേർ വിറക് അടുപ്പുകളിലേക്ക് മാറിയപ്പോഴത്തേക്കും വിറകിന് വലിയ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വിറക് കിട്ടിയില്ലെങ്കിൽ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാകും. കാര്യം അവർ സകലതിനും ഇപ്പോൾ ഈ ഗ്യാസിനെയാണ് ആശ്രയിക്കുന്നത്. അവരിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഇൻഡക്ഷൻ കുക്കറെ ആശ്രയിക്കുമ്പോൾ ഭീമമായിട്ടുള്ള വൈദ്യുതി തുക വരാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസിനെ ആശ്രയിക്കുന്നവർ, നഗരപ്രദേശത്തുള്ളവർക്ക് 25 ദിവസം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ബുക്കിംഗ് കിട്ടിയിരുന്നെങ്കിൽ അതിനിപ്പോ 30 ദിവസത്തിലേറെയായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ ഈ മാസം തൊട്ട് ഗ്യാസ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സങ്കീർണ അവസ്ഥകളിലേക്ക് പോവുകയാണ്. അത് ഒറ്റയടിക്ക് ഇങ്ങനെ നടപ്പാക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്നത് എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സാധനം പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നടപ്പാക്കാതെ ഇപ്പോഴത്തെ രൂക്ഷമായിട്ടുള്ള ഗ്യാസ് പ്രതിസന്ധി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പാചകവാതകം വിതരണം ചെയ്യാനുള്ള പ്രതിസന്ധി, അത് മറികടക്കാൻ വിതരണം അത് പരമാവധി ലേറ്റാക്കുക എന്നുള്ളതാണ്. 45 ദിവസം കൂടുമ്പോൾ മാത്രം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 1 മാസം ഒരു ഗ്യാസ് ഉപയോഗിക്കുന്നവരെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരും. ഈ ഫ്ളാറ്റുകളെയൊക്കെ സംബന്ധിക്കുമ്പോൾ അറിയാലോ, ഒരു വിറകടുപ്പ് അവർക്ക് അവിടെ കത്തിക്കാൻ പറ്റില്ല. അവർക്ക് ഇൻഡക്ഷൻ കുക്കർ മാത്രമാണ് ആശ്രയിക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കുറ്റി ഗ്യാസിനെ അവർ പൊന്നെപ്പോലെ കൊണ്ട് നടക്കേണ്ട അവസ്ഥയും, എന്നാൽ കറണ്ട് ബില്ല് അതേപോലെ തന്നെ 50-50 ആകുമ്പോൾ കുറയ്ക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അടുക്കളകൾ വരും ദിവസങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, വിറകടുപ്പുകളിൽ കത്തിക്കുന്ന കാര്യം കൂടി വലിയ പ്രതിസന്ധിയാകുകയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, 1 മുതൽ നമ്മുടെ പാചകവാതക വിതരണം അടിമുടി മാറുകയാണ്. KYC നിർബന്ധമാണ്. അതിനോടൊപ്പം OTP നിർബന്ധമാണ്. 45 ദിവസം ഇനി ബുക്കിങ്ങിന് വേണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇത് സുതാര്യമാക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ ഗ്യാസുകളെ ആശ്രയിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വാർത്തയാണെന്ന് പറയേണ്ടി വരികയാണ്.